ഈ ഫുട്ബോളിന്റെ ഓൾ ടൈം ഹിസ്റ്ററിയിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു ഐക്കോണിക് കാർഡിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ആരുടെ കാർഡാണെന്നോ ആളുടെ പേരെന്താണെന്നോ ഞാനിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതിപ്പോൾ ആരുടെ ഡൈഹാർഡ് ഫാൻ ആയിക്കോട്ടെ, ഈവൻ മെസ്സി, നെയ്മർ, ആരുടെ ആയിക്കോട്ടെ, ആരായാലും ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ ഉൾപ്പെടെ പെസ് കളിക്കുന്ന ഒരു 100% ആൾക്കാരും ഈ ഒരു കാർഡിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ കാർഡിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ വരാം കേട്ടോ. അതിനു മുന്നേ ഈ ഫുട്ബോളിൻ്റെ തുടക്കം മുതലേ കളിച്ചു വരുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്കും അറിയാം, കുറേ പേരെ എനിക്കും അറിയാം. അവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും അന്നത്തെ ഗെയിം പ്ലേയും ഇന്നത്തെ ഗെയിം പ്ലേയും എങ്ങനെയായിരുന്നു എന്ന്. എൻ്റെയർ ഡിഫറെൻ്റ് ആണ്. ഗെയിം പ്ലേ ആയിക്കോട്ടെ, സ്ട്രാറ്റജി ആയിക്കോട്ടെ, എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊണോമിയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു 120% അവർ ഗ്രോത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പാക്ക് വരും എന്ന്. കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് 2008 കാലഘട്ടത്തിൽ പുള്ളി കളിക്കുന്നത് പുള്ളിയുടെ ഏറ്റവും നല്ല പ്രൈം ടൈമിലാണ്. പുള്ളിയുടെ CR7 എന്ന ബ്രാൻഡ് വരെ ഉത്ഭവിക്കുന്നത് ആ ഒരു ക്ലബിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ സാധ്യതകൾ കണക്കിലെടുത്ത് തന്നെയാണ് ചൈനീസ് മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വരാം. അതായത് 2008 കാലഘട്ടം പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്നു, CR7 എന്ന ബ്രാൻഡിന് തുടക്കം കുറിക്കുന്നു. അതിനുശേഷം പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, ബാലൻഡനോർ എല്ലാം വാങ്ങിയ വർഷമായിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു കാർഡിൻ്റെ പ്രശസ്തി എന്താണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കാർഡ് വന്നാൽ കത്തും. സ്പീഡ് ആയിക്കോട്ടെ, കിക്കിംഗ് പവർ ആയിക്കോട്ടെ, ബുള്ളറ്റ് ഹെഡർ ആയിക്കോട്ടെ, സ്റ്റാമിന, ജമ്പിങ്, സ്ട്രെങ്ത്, സ്കിൽ മൂവ്മെൻറ്റ്സ്, പവർഫുൾ ഫിനിഷിങ്, ഐക്കോണിക് സെലിബ്രേഷൻ എന്നിങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഈ ഫുട്ബോളിൻ്റെ സകല റെക്കോർഡുകളും കാറ്റിൽ പറത്താവുന്ന ഒരു കാർഡ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്ത് തന്നെ ആയാലും നിലവിൽ കൊണോമി ഇതിനു വേണ്ടിയിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. അതായത് നിലവിൽ വന്ന സൂചനകൾ അനുസരിച്ചിട്ട് നിലവിലൊരു കൊണോമി ഒരു സർവേ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരും ഉണ്ടായിരുന്നു. വെയിൻ റൂണി, ഗാരറ്റ് ബെയ്ല്, വാൻ ബേഴ്സി, ക്രിസ്ത്യാനോ, അങ്ങനെ ഒരു 10ഓളം ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തന്നെയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാക്ക് വരുമെന്ന് എല്ലാ ഫുട്ബോൾ ആരാധകരും പെസ് ആരാധകരും വിശ്വസിക്കുന്നതും കാത്തിരിക്കുന്നതും.